നമസ്കാരം, ഏവർക്കും ആത്മഭാരതത്തിലേക്ക് സ്വാഗതം. ഒരു സ്മാരകം, പക്ഷേ അത് വെറുമൊരു കെട്ടിടമല്ല. ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രം, ഒരു ദേശീയ ചിന്തയുടെ കേന്ദ്രം, ഒരു ആത്മീയ പ്രചോദനത്തിൻ്റെ കേന്ദ്രം. 2026 ഓഗസ്റ്റ് 1 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൈസൂരിലെ ശ്രീ രാമകൃഷ്ണ ആശ്രമത്തിൽ സ്വാമി വിവേകാനന്ദ സാംസ്കാരിക യുവകേന്ദ്രം വിവേക സ്മാരകം ഉദ്ഘാടനം ചെയ്തു. ഈ കേന്ദ്രം സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതം, ആശയങ്ങൾ, രാഷ്ട്രീയ നിർമ്മാണം, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്നിവ യുവജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്ന് ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു മ്യൂസിയം മാത്രമല്ല, ഒരു സ്വാമി വിവേകാനന്ദ കൾച്ചറൽ യൂത്ത് സെൻ്ററാണ്. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം, നേതൃത്വ പരിശീലനം, വ്യക്തിത്വ വികസനം, ദേശസ്നേഹം, സേവന മനോഭാവം ഇവ യുവജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. എന്തുകൊണ്ടാണ് ഇത് മൈസൂരിൽ വന്നതെന്ന് നോക്കാം. 1892 ഷിക്കാഗോ സമ്മേളനത്തിന് മുമ്പ് സ്വാമി വിവേകാനന്ദൻ ഭാരത പര്യടനത്തിനിടെ മൈസൂരിലെത്തിയിരുന്നു. അവിടെ താമസിച്ച സ്ഥലത്താണ് ഇന്ന് ഈ വിവേക സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ ഇത് ചരിത്രപരമായും ആത്മീയമായും വളരെ വിശിഷ്ടമായ സ്ഥലമാണ്. ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന രാമകൃഷ്ണ മഠവും രാമകൃഷ്ണ മിഷനും വർഷങ്ങളായി വിദ്യാഭ്യാസം, ആരോഗ്യ സേവനം, ഗ്രാമവികസനം, ദുരന്താശ്വാസ പ്രവർത്തനം, ആത്മീയ പരിശീലനം എന്നിവയിൽ വലിയ സേവനം നടത്തുന്ന സ്ഥാപനമാണ്. ഈ പുതിയ യുവകേന്ദ്രവും അതേ പാരമ്പര്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമകൃഷ്ണ മിഷൻ തൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും സ്വാമി വിവേകാനന്ദൻ്റെ ചിന്തകൾ ഇന്നും ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് വഴികാട്ടിയാണെന്നും പറഞ്ഞു. യുവജനങ്ങൾ രാഷ്ട്ര നിർമ്മാണത്തിലും സേവനത്തിലും സ്വഭാവ നിർമ്മാണത്തിലും മുന്നിൽ നിൽക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, "എറൈസ്, എവേക്ക് ആൻഡ് സ്റ്റോപ്പ് നോട്ട് ടിൽ ദ ഗോൾ ഈസ് റീച്ച്ഡ്." മലയാളത്തിൽ എഴുന്നേൽക്കുക, ഉണരുക, ലക്ഷ്യം നേടുന്നതുവരെ നിർത്തരുത്. ഇന്ന് പോലും ഈ സന്ദേശം വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും രാജ്യനിർമ്മാണത്തിനും വളരെ പ്രസക്തമാണ്. ഇന്ന് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ യുവജന രാജ്യമാണ്. ഈ യുവശക്തിയെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ മൂല്യങ്ങളും ദേശസ്നേഹവും നേതൃത്വവും സേവന മനോഭാവവും അത്യാവശ്യമാണ്. വിവേക സ്മാരകം ഇതിനൊരു പ്രചോദന കേന്ദ്രമാകാൻ ലക്ഷ്യമിടുന്നു. ഒരു കെട്ടിടം, ഒരു സ്മാരകം, അതിലുപരി ഒരു തലമുറയെ രൂപപ്പെടുത്താനുള്ള സ്വപ്നം. സ്വാമി വിവേകാനന്ദൻ്റെ ചിന്തകൾ ഇന്നത്തെ ഇന്ത്യയുടെ യുവതലമുറയെ കൂടുതൽ ശക്തമാക്കട്ടെ. ഇതാണ് വിവേക സ്മാരകത്തിൻ്റെ യഥാർത്ഥ സന്ദേശം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തൂ. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ആത്മഭാരതം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.